എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത് കാത്തിരിക്കലായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് ഇന്ന് രാത്രി 12 മണിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ രാവിലെ നിങ്ങൾക്ക് hscap വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിയുടെ റിസൾട്ട് വരാനാണ് സാധ്യതയുള്ളത്. കാരണം ഈ ഒരു രാത്രി 12 മണിക്കാണ് സാധാരണ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി ഒക്കെ വരാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ രാവിലെയോടെ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ഏതായാലും രാവിലെയോടെ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഉറക്ക് കളയേണ്ട ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ഉറക്കമൊഴിച്ച് നിന്ന് രാത്രി 12 മണി വരെയൊക്കെ ഈ റിസൾട്ട് വരുന്നത് നോക്കിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ നിൽക്കേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് രാവിലെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്നത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാകും. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നൽകി, അതുപോലെ ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങളുടെ ആ ഒരു ലോഗിൻ തയ്യാറാക്കിയത് ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ജില്ലയാണോ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ജില്ലയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അതുപോലെ ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷനാണ്, അതുപോലെ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തും എടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമാണ് അഡ്മിഷനായിട്ട് സമയം ലഭിക്കുക. അപ്പോൾ എത്ര സമയമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികളെ കറക്റ്റായിട്ട് ആ റിസൾട്ട് വന്ന ശേഷം അറിയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം ഇരിക്കേണ്ടതാണ്. അതുപോലെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യുക. കാരണം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫർ വഴി അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്ന് രാത്രി ഏകദേശം 12 മണിയോടെ റിസൾട്ട് അറിയാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. രാവിലെയോടെ റിസൾട്ട് നോക്കിയാൽ മതി. കാരണം അഥവാ 12 മണിക്ക് വരാതിരിക്കുകയാണെങ്കിൽ പിന്നീട് രാവിലെയോടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം പല വിദ്യാർത്ഥികളും രാത്രി 12 മണിക്കൊക്കെ റിസൾട്ട് വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അല്ല ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.